ഇന്ന് ഞാൻ കാർഡ്ബോർഡ് കൊണ്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ കാർഡ്ബോർഡ് ഞാൻ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തൊരു 4 എണ്ണം ഉണ്ട്. ഇനി അതിൽ ഓരോന്നിലായിട്ട് നമുക്ക് ഓരോ രീതിയിലുള്ള പെയിൻറ്റിങ്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ വൈറ്റ്, ഗ്രീന്, ബ്ലാക്ക്, റെഡ് എന്നീ കളർ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ ഞാൻ ഇതുപോലുള്ളൊരു പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വീട്ടിൽ ഓൺലൈനായി ഷോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ്സ് സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനൊരു ഗോൾഡൻ കളർ ത്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ റൗണ്ടായിട്ട് അതിന് പുറമെ നമുക്ക് ഫിനിഷിങ് കിട്ടാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഒട്ടുന്ന ഒരു പശയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പശയുടെ പേര് ഫെവി ബോണ്ട് എന്നാണ്. ഇത് നമ്മൾ ചെരുപ്പൊക്കെ ഒട്ടിക്കാൻ പറ്റും ഇത് വെച്ച് കേട്ടോ. അത്രയ്ക്കും നല്ലതാണ്, പെട്ടെന്ന് ഒട്ടിക്കിട്ടും എന്താണേലും. ഫെവിക്കോളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, കുറേ നേരം എടുക്കും. അതിങ്ങനെ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. കോൺഫിഡൻസ് ഒരല്പം കൂടിപ്പോയതാണ്ടാണോ എന്നറിയില്ല. റൗണ്ട് ഷേപ്പ് വരയ്ക്കാതെ തന്നെ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും ചെറിയൊരു പാളിച്ച പറ്റി. അപ്പോൾ അത് ഷേപ്പ്ലെസ് ആയി. അപ്പോൾ അത് മറയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഗോൾഡൻ ത്രെഡ് വെച്ച് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഒരു ലെയർ കൊടുത്തിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ 2 ലെയർ കൊടുത്തിട്ടാണ് ഔട്ട്ലൈൻ കറക്റ്റായിട്ടൊന്ന് കിട്ടിയത്. ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊള്ളാൻ തരക്കേടില്ല എന്ന് തോന്നി. അതേ ആവേശത്തോടെ അടുത്ത കാർഡ്ബോർഡ് ഞാൻ കയ്യിലെടുത്തു. ഇതുപോലൊരു പെയിൻറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം പഴയ പോലെ തന്നെ ആ ഗോൾഡൻ കളർ ത്രെഡ് വെച്ച് അതൊന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞ് അടുത്തതും എടുത്തു. അടുത്തതും ഇതുപോലൊരു പെയിൻറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വരുന്നൊരു പെയിൻറ്റിങ് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അത് നിങ്ങൾ വേണം പറയാൻ. എങ്കിലും ഞാൻ എന്താ പറയുക, ചെറിയൊരു കോൺഫിഡൻസോട് കൂടി അത് ഫുള്ളാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഴയ പോലെ തന്നെ ഗോൾഡൻ ത്രെഡും അങ്ങനെ തന്നെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അവസാന ലുക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. 4ഉം കൂടെ ഒന്നിച്ച് വെച്ചപ്പോൾ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.